ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈദ് ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 2ൻ്റെ വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതും കൂടി പോയിട്ടൊന്ന് കാണണേ. ഇത് കണ്ടിട്ടോ അതിന് മുമ്പോ ആയിട്ട് പോയിട്ട് കാണണേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരൊക്കെ കാണണം ഓരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളൊരു 1 ഇയർ ആയി ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പം നമുക്കൊരു 500 സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്, അൽഹംദുലില്ലാ. പക്ഷെ ഒരു 1K എങ്കിലും ആക്കണമെന്നുണ്ട്, ആക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കാണുന്നത് ഒരു 500ഓ 100ഓ അല്ലെങ്കിൽ അതിൽ കുറവോ ആൾക്കാരാണെങ്കിലും കാണണമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ ഒന്ന് സെറ്റായി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വരാം. ഞങ്ങൾ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ പോയത് മാക്സിക്കാണ്. അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി വേറെ ഏതെങ്കിലും ഷോപ്പ് കയറി നോക്കണം. പിന്നെ ഇത് വന്നിട്ട് ഇപ്പോൾ സിറ്റി സെൻറ്ററിലുള്ളതാട്ടോ. നമ്മൾ 50 ദിർഹംസിന് എന്തെങ്കിലും നമ്മൾ ഈ സിറ്റി സെൻറ്റർ മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഓർഡർ ചെയ്താൽ എന്തെങ്കിലും വാങ്ങിയാൽ അതിൻ്റെ ബില്ല് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് മെഹന്തിയും കാലിഗ്രാഫിയിൽ നമ്മളെ കപ്പിൽ പേരും എഴുതി തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനത് മെഹന്തി ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റാണ് പോണത്, എനിക്കൊരു ലിപ്സ്റ്റിക്ക് എടുക്കാനാണ്. ഈ ലിപ്സ്റ്റിക്ക് എടുക്കുന്നതിൻ്റെ മുമ്പ് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇക്കാക്കനോട് പറഞ്ഞു എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ചിട്ടുണ്ട്, ഈ കണ്ട ഡിസ്കൗണ്ട് സെൻറ്ററിനൊക്കെ പോയി ഓരോ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടോ പറഞ്ഞു. അന്ന് തന്നെ ഇക്കാക്കാനെ കൂട്ടി പോയതാണ്. അന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇക്കാക്കാനെ കൂട്ടിക്കാണ്ട് ഒരു ബ്രാൻഡ് ലിപ്സ്റ്റിക്ക് എടുക്കണമെന്ന്. എൻ്റെ അടുത്ത് കുറേ ഒരു നാട്ടിൽ നിന്നൊക്കെ ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തില്ല, അത് പോയിട്ടോ. അപ്പോൾ ഞാൻ അന്ന് കരുതി ഇനി വാങ്ങണമെന്ന്, പിന്നെ അങ്ങനെ പറ്റിയില്ല. പിന്നെ ഞാൻ ഡിസ്കൗണ്ട് സെൻറ്ററിനും അങ്ങനെ ചെറിയ വിലയൊക്കെ കിട്ടുന്ന ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തതിൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനും അങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങാം കേട്ടോ. സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങണത്. കുറേ 2-3 ട്രൈ ചെയ്തു. അതിൽ നല്ലൊരു പിങ്ക് കളറിലുള്ളതുണ്ടായിരുന്നു, പിന്നെ ഒരു ബ്രൗണ് ആ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ 2-3 ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ 2-3 ലിപ്സ്റ്റിക്കൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വാങ്ങിയ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് ലാസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ബില്ലൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. മെബിലൈന് അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട്. എനിക്ക് മെബിലൈന് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലിപ്സ്റ്റിക്ക് അങ്ങനെ വാങ്ങിയിട്ട് ശീലമൊന്നുമില്ല. ഞാൻ എല്ലാതും ഞാൻ യൂസ് ചെയ്തിട്ട് പണ്ട് തൊട്ടേ ഏതും കടയിൽ പോയിക്കാളും ലിപ്സ്റ്റിക്ക് വാങ്ങി യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി നല്ല ബ്രാൻഡിനെ വാങ്ങാമെന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങി കേട്ടോ. ഇനി കാരിഫോറിൽ പോകണം. അവിടെ നിന്ന് ഇക്കാക്ക് എന്തോ വാങ്ങാനുണ്ട്, അതും വാങ്ങണം. അതും കൂടി വാങ്ങിയാൽ നമ്മൾ 50 ദിർഹംസ് ആവും കേട്ടോ. ഞാൻ അതൊന്നും ആക്കണമെന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഇഹാനൊരു ലോലിപോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ ലോലിപോപ്പിന് 4 ദിർഹംസോ 3 ദിർഹംസൊക്കെ ഉള്ളൂ. പക്ഷേ സിറ്റി സെൻറ്ററിൽ ആയതുകൊണ്ട് അതിന് 10 ദിർഹംസ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അതിൻ്റെ ബില്ലാണ് ഇക്കാക്ക കളഞ്ഞും ചെയ്തു. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു 50 ദിർഹംസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മെഹന്തി ഇടാൻ കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക അവിടെ നിന്ന് എന്തോ ജെല്ലോ അങ്ങനെ എന്തോ സംതിങ് വാങ്ങുകയാണ്. അപ്പോൾ അതും കൂടി വാങ്ങിയാൽ 50 ദിർഹംസ് ആവും. ഇതിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ ചുണ്ടിൻ്റെ മേലായിട്ടൊരു മുറി ഉണ്ട് കേട്ടോ. ചെറിയ എന്തോ എന്താണാവോ എന്തോ തട്ടിയതാണ്. അപ്പോൾ അത് വല്ലാണ്ട് കാണിക്കണ്ട, അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചതാണ്. ഇവിടെ നല്ല കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ കഴിഞ്ഞപ്പോൾ ഇക്കാക്കാനെ കാണുന്നില്ല. ഇഹാനാണ് എൻ്റെ കയ്യിൽ നിന്ന് വാശി പിടിക്കും ഓരോ സാധനത്തിന്. ഇക്കാക്കാനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്കാനെ തപ്പാണ്. ലാസ്റ്റ് ഇക്കാക്കാനെ കണ്ടുകിട്ടി. ഇക്കാക്ക എന്തോ വാക്സിൻ്റെ എന്തോ ജെല്ലൊക്കെ എടുത്ത് വരികയാണ്. അതായത് ഇത് എല്ലാ കോസ്മെറ്റിക്സിൻ്റെ മിനി സാധനങ്ങളാട്ടോ, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിച്ചതാണ്. ഇങ്ങനെ ലോറിയൽ അങ്ങനത്തെ ഓരോ ബ്രാൻഡിൻ്റെയും നല്ല ഓഫർ ഉണ്ട് കേട്ടോ കാരിഫോറിൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സിറ്റി സെൻറ്റർ വഴി പോവുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി നോക്കി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി 50 ദിർഹംസ് ആയിട്ടുണ്ട്. നമ്മളെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഇക്കാക്കാൻ്റെ ജെല്ലൊക്കെ കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മെഹന്തി ഇടാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇഹാൻ ഈ ട്രോളി ഉന്താൻ വേണ്ടി കറിയാം കേട്ടോ. അവൻ എവിടെ പോയാലും ട്രോളി ഉന്തണം. അപ്പോൾ ലാസ്റ്റ് ട്രോളി ഒഴിവാക്കി ഇങ്ങനെ ഒരു മിഠായി വാങ്ങി കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലിപ്സ്റ്റിക് മെഹന്തി ഇടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ബില്ല് കാണിച്ചു കൊടുക്കണം. അവരത് സ്റ്റാമ്പ് ചെയ്യും.
എന്നിട്ടാണ് നമുക്ക് മെഹന്തി ഇടാൻ പറ്റുക. ഈ ഒരു ഇവരാണ് മെഹന്തി ഇടുന്ന ആൾ. ഞാൻ പോയപ്പോൾ അവിടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് മെഹന്തി ഇട്ട് കൊടുക്കേനി. ഞാൻ മുമ്പൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടു പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് സിറ്റി സെൻറ്ററിലേക്ക് പോയത്. അല്ലാണ്ട് വേറെ ആവശ്യങ്ങളൊന്നുമില്ലായിരുന്നു, പ്രത്യേകിച്ചൊരു ആവശ്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇത് കണ്ടു പോയത് തന്നെയാണ് കേട്ടോ. അവിടെ ഓലടുത്ത് കുറേ ഡിസൈൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ബുക്കിൽ കുറേ ഡിസൈൻസ് ഉണ്ട്. അതിന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്താലും ഓല അതുപോലെ ഇട്ട് തരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇട്ട് തരും. എത്ര പെട്ടെന്നാണ് ഇടുന്നത് അറിയോ. ഫസ്റ്റ് ഞങ്ങളോട് 50 ദിർഹംസിന് ഒന്നെങ്കിൽ മെഹന്തി ഒന്നെങ്കിൽ അല്ലെങ്കിൽ കപ്പിൽ പേര് ചെയ്താൽ അതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് രണ്ടും ഓക്കെയാണ്, രണ്ടും എഴുതിക്കോളി എന്നൊക്കെ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല പറഞ്ഞു കേട്ടോ. അങ്ങനെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൽ പേര് എഴുതി കൊടുക്കുക. നമുക്ക് എന്ത് പേരാണോ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവർ നമുക്കത് എഴുതി തരും കേട്ടോ. കപ്പൽ ഇങ്ങനെ എഴുതി തരും. ഞങ്ങൾ ഇഹാൻ എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇതാട്ടോ ഇഹാൻ എന്ന് എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെ മെഹന്തി ഇടലും എല്ലാതും കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ പോണത് ഗിഫ്റ്റ് മാർക്കറ്റ് കേട്ടോ. ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ചെരുപ്പെടുക്കാൻ ഞാൻ കരുതിയത്. ഇക്കാക്ക പറഞ്ഞു അവിടെ നിന്ന് എടുക്കേണ്ട, വേറെ എവിടെ നിന്ന് എടുത്തെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലും പിന്നെ ഹീൽസുമാണ് ഞാൻ ഈദിനിടാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേക്ക് മാത്രം ഞാൻ ഹീൽസ് ഇടുള്ളൂ. പിന്നെ ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യൂല. പിന്നെ എപ്പോഴേലൊക്കെ ഇട്ടാലായി. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി അത്രയും വെറുതെ പൈസ കളയണ്ടല്ലോ, ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇഹാനൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി കയറിയതാട്ടോ. ഇതാണ് ഇപ്പോഴത്തെ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളത്തെ ഫീഡിങ് റൂം ആട്ടോ. കുട്ടികൾക്കായിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായി തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ കുട്ടികൾക്ക് അറിയുകയാണെങ്കിലൊക്കെ തന്നെ അവിടെ നിർത്തിയാൽ കരച്ചിലൊക്കെ മാറ്റുമല്ലോ. ഇഹാൻ്റെ മേലെ മൊത്തം അവന് ലോലിപ്പോപ്പ് ആക്കിയാണ് ഫുൾ കളറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് മാർക്കറ്റിലെത്തി. ഞാൻ നേരെ പോയത് ഫുഡ് വെയർ സെക്ഷനിൽ തന്നെയാണ്, വേറെ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം ഇഹാന് നല്ല രീതിയിൽ വാശി പിടിക്കണ്ടായിരുന്നു ഓരോ കാര്യത്തിനും വേണ്ടി. നേരെ പോയത് അങ്ങോട്ടാണ് കേട്ടോ. ഈദിന് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക്. എല്ലാ സെക്ഷനിലും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഫുഡ് വെയർ സെക്ഷനിലൊന്നും പറയണ്ട, അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഹീൽസ് നോക്കാനാണ് വന്നത്. 2-3 ഹീൽസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ സൈസും ഓക്കെ അല്ല. പിന്നെ നോക്കുമ്പോൾ ഭയങ്കര ഹീൽ, അത്യാവശ്യം ഞാൻ ഹൈറ്റുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതും കൂടി ഇട്ടാൽ പിന്നെ ഭയങ്കര നീളമാകും. എനിക്ക് മുമ്പേ എനിക്കുള്ളൊരു ആഗ്രഹം കേട്ടോ ഹീൽസ് ഇടുക എന്നുള്ളത്. പക്ഷെ ഓൾറെഡി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴും പറ്റലില്ല. അങ്ങനെ എപ്പോഴേലൊക്കെ അങ്ങനെ ഡ്രസ്സ് ഇടുമ്പോഴാണ് ഞാൻ ഹീൽ യൂസ് ചെയ്യലുള്ളൂ. ഇതാ നല്ല തിരക്കുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചതാണെങ്കിൽ സൈസും ഇല്ല, അല്ലാതെ തന്നെ ഭയങ്കര ഹീലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇഹാന് വിഷമത്തോട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റ് കട പോയത്. എന്തെങ്കിലും ചെറുതെന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് കരുതി. എന്നിട്ട് വേണം വേറൊരു ഷോപ്പിൽ പോയി ചെരുപ്പ് നോക്കണം. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കണം, ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒന്ന് പോയി നോക്കണം. അവന് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എനിക്കൊരു ജ്യൂസും മാംഗോ ജ്യൂസും. ഇക്കാതെ ഈ ഒരു സോഡയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഒരു സോഡ ഭയങ്കര സ്പൈസി ആട്ടോ, ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടാണ് ഭയങ്കര സ്പൈസിയാണ്, പക്ഷെ കുടിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് വന്നതാണ് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടാവും, കഴിഞ്ഞ ഈദിന് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ചെരുപ്പ് എടുത്തത്. അപ്പോൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഹോപ്പിൽ തന്നെ പോയതാണ്.
പക്ഷേ അവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ മുമ്പത്തെ ഈദിന് കണ്ട അതേ കളക്ഷൻസ് കൊണ്ട് പുതിയതും വന്നിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് എനിക്ക് ഓക്കെ ആയി വന്നതാണ്. ഈ ഇതിലൊരു ബ്രൗൺ കളറുണ്ട്, അതെനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ എത്ര നോക്കിയിട്ടും എൻ്റെ സൈസ് കിട്ടണില്ല. 36 ഉണ്ട്, എനിക്ക് വേണ്ടത് 37 ആണ്. 36 നോക്കുമ്പോൾ ഭയങ്കര പെയിൻ എടുക്കുക കാലിന്, ജസ്റ്റ് ഒന്ന് നടക്കാൻ പോലും കഴിയണില്ല. അപ്പോൾ അതെടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ. വൺ ഡേ യൂസിനാണെങ്കിൽ പോലും ആ ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതെടുത്തിട്ട് കാര്യമില്ല വിചാരിച്ചാണ്ട് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. കുറേ നോക്കി എൻ്റെ സൈസിനുണ്ടോ എന്ന് കുറേ നോക്കി. ഇക്കാക്ക് അത് നോക്കാട്ടെ എൻ്റെ സൈസിനുള്ളതുണ്ടോ എന്ന് ഞങ്ങൾ അവിടെ ഉള്ള ആൾക്കാരോടും ചോദിച്ചു നോക്കി. അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി കരുതി നാളെ നോക്കാമെന്ന്. അന്ന് പിന്നെ ഒരു 11:30 12 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ എടുക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഞാൻ വീണ്ടും പറയുകയാണ്, കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.